കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ പദ്ധതിയായിട്ടുള്ള PM കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം ഫെബ്രുവരി 24-ന് വിതരണം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വിതരണം നമ്മുടെ സംസ്ഥാനത്തും 25 ലക്ഷത്തോളം വരുന്ന ആളുകൾ കാത്തിരിക്കുകയാണ്. 2000 വീതം അക്കൗണ്ടിലെത്തുന്നതും കാത്തിരിക്കുകയാണ് ആളുകളെല്ലാം. ചെറുകിട കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു സാമ്പത്തിക സഹായം കൂടിയാണിത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തിറങ്ങിയ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തി ഏകദേശം 5 ലക്ഷത്തിന് മുകളിൽ ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം ഈ പ്രാവശ്യം കിട്ടാതാകും എന്നൊക്കെയുള്ള ചില സൂചനകൾ വരുന്നുണ്ട്. മുൻപുണ്ടായിരുന്ന ആനുകൂല്യം വാങ്ങിയിരുന്ന ആളുകളുടെ എണ്ണത്തിൽ നിന്നും ഓരോ വർഷം കഴിയും തോറും ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നതായിട്ട് കാണപ്പെടുന്നു. അത് ഒന്നെങ്കിൽ സ്ഥലം വിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാവാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ സർക്കാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാത്തത് മൂലമൊക്കെ ആകാം. അതായത് നാളുകളായിട്ട് നമ്മളുടെ സ്ഥലത്തിൻ്റെ കരം അത് കുടിശ്ശിക വന്നിട്ടുണ്ടെങ്കിൽ, അതോടൊപ്പം തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ്ങിൽ വന്നിട്ടുള്ള പിഴവുകൾ മൂലം, അതോടൊപ്പം തന്നെ ലാൻഡ് സീഡിങ് പൂർത്തിയാക്കാത്തത് മൂലം, ഇലക്ട്രോണിക് KYC എന്ന് പറയുന്ന മസ്റ്ററിംഗ് സംവിധാനങ്ങൾ ചെയ്യാത്തത് മൂലം, ഇങ്ങനെയൊക്കെ പല സാഹചര്യങ്ങളിലും നമുക്ക് ആനുകൂല്യം തടസ്സപ്പെടും. ആനുകൂല്യം തടസ്സപ്പെട്ട് കഴിയുമ്പോഴായിരിക്കും, നമ്മളുടെ അക്കൗണ്ടിലേക്ക് മാത്രം തുക എത്താതെ വരുമ്പോഴായിരിക്കും ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നതും. ഇതുമാത്രമല്ല, കിസാൻ സമ്മാൻ നിധിയുടെ 2000 രൂപ കിട്ടണമെങ്കിൽ കതിർ ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യണോ, അതായത് കർഷക ID കാർഡുകൾ ജനറേറ്റ് ചെയ്യണോ എന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് അവരുടെ സംശയങ്ങൾക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഈ വീഡിയോ. കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം വാങ്ങുന്ന എല്ലാ കർഷകരും ഈ അറിയിപ്പ് പൂർണ്ണമായിട്ടൊന്ന് കാണുക. കതിർ ആപ്ലിക്കേഷൻ സംസ്ഥാന സർക്കാർ കർഷക ക്ഷേമ വകുപ്പ് കൂടി സംയോജിപ്പിച്ച് വികസിപ്പിച്ചെടുത്ത ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷനിൽ ഉദ്ദേശിക്കുന്നത് സർക്കാരിൻ്റെ വിവിധ കർഷക ക്ഷേമ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ കർഷകർക്ക് ലഭിക്കേണ്ട വിവിധ സബ്സിഡി സ്കീമുകൾ, അതോടൊപ്പം തന്നെ കാർഷിക യന്ത്രവൽക്കരണ പദ്ധതികൾ, അതും സബ്സിഡി നിരക്കിൽ കർഷകർക്ക് ലഭ്യമാകുന്ന പദ്ധതികൾ. ഇനി അതോടൊപ്പം തന്നെ പ്രകൃതിക്ഷോഭങ്ങൾ, മറ്റ് ദുരന്തങ്ങൾ മൂലമൊക്കെ നമ്മളുടെ കൃഷിഭൂമിക്ക്, അതോടൊപ്പം തന്നെ കൃഷിക്ക് എന്തെങ്കിലുമൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം നമുക്ക് എന്തെങ്കിലുമൊക്കെ ധനസഹായങ്ങളോ അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ സബ്സിഡി സ്കീമുകളോ ലഭ്യമാകേണ്ടതുണ്ട്. കർഷകർക്കുള്ള വിവിധ ക്ഷേമ പദ്ധതികൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് കതിർ ആപ്ലിക്കേഷൻ സംസ്ഥാനത്ത് വികസിപ്പിച്ചിട്ടുള്ളത്. കർഷകരെല്ലാവരും തന്നെ, കിസാൻ സമ്മാൻ നിധിയിലുള്ളവരും ഇല്ലാത്തവരും കൃഷിഭൂമിയുള്ള എല്ലാ കർഷകരും ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. കൃഷിഭവനുകൾ മുഖാന്തരം ഇതിനുവേണ്ടി നമ്മളുടെ പ്രാദേശിക വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഓരോ കൃഷിഭവൻ അടിസ്ഥാനത്തിലും ഇതിൻ്റെ അറിയിപ്പുകളും നൽകിയിട്ടുണ്ട്. കർഷകരെല്ലാവരും തന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതും കിസാൻ സമ്മാൻ നിധിയും തമ്മിൽ ഇപ്പോൾ ബന്ധമൊന്നുമില്ല. കാരണം ഇതൊരു കേന്ദ്ര സർക്കാരിൻ്റെ സഹായമാണ്, നമുക്ക് ഇപ്പോൾ മുടങ്ങാതെ ലഭിക്കും. എന്നാൽ പിന്നീട് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള, കതിർ ആപ്പിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള കർഷകർക്കൊക്കെ ആയിട്ട് ആനുകൂല്യം പരിമിതപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഭാവിയിൽ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ കൂടി കർഷകർ രജിസ്റ്റർ ചെയ്യണമെന്ന ഇപ്പോൾ കൃഷിഭവനുകളിൽ നിന്നും അറിയിപ്പ് വരുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും പ്രത്യേകിച്ച് ഈ ഒരു ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത്. നമ്മുടെ വീടുകളിൽ നിന്നുകൊണ്ട് സ്മാർട്ട് ഫോൺ വഴിയും ഇത് ചെയ്യാൻ സാധിക്കും. ഇനി അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻറ്ററിൽ ഇതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകൾ, കരമടച്ച രസീതിൻ്റെ കോപ്പി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ കർഷകൻ്റെ ഫോട്ടോ, കർഷകൻ്റെ ഡീറ്റെയിൽസ്, ആധാർ കാർഡിൻ്റെ പകർപ്പ്, ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ്, ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പർ, ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളുമായിട്ട് എത്തിച്ചേർന്നാണ് ഈ ഒരു രജിസ്ട്രേഷൻ പ്രക്രിയ പൂർത്തീകരിക്കേണ്ടത്. ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി നമ്മുടെ കൃഷിഭൂമി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും സർക്കാരിൻ്റെ ഒരു ഡേറ്റാബേസിലേക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്യുകയാണ്. പിന്നീട് സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾക്ക് ഓൺലൈൻ വഴി തന്നെ, സൈറ്റ് വിസിറ്റ് പോലും ഇല്ലാതെ ഓൺലൈൻ വഴി തന്നെ നമ്മുടെ കൃഷിഭൂമി മാപ്പ് ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ ആനുകൂല്യങ്ങൾ അക്കൗണ്ടിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾക്ക് ഇത് ഉപകരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ധൃതി പിടിച്ച് ഇപ്പോൾ ഓൺലൈൻ സർവീസ് സെൻ്ററിലേക്ക് ഓടേണ്ട ആവശ്യമില്ല. കിസാൻ സമ്മാൻ നിധിയുടെ സഹായം മുടങ്ങുകയില്ല. എന്നാൽ തുടർന്ന് ഈ സഹായങ്ങൾ ഉൾപ്പെടെ എല്ലാ ആനുകൂല്യങ്ങൾക്കും ഇതൊരു പ്രധാന രേഖയാവും. നമ്മുടെ സമയവും സാഹചര്യവും അനുസരിച്ച് കതിർ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി കർഷകർ ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാവരിലേക്കും ഈ അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലെ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.